ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് പാക്കിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു പാക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. കുട്ടികളുടെ ഒരു 10 വയസ്സ് മുതൽക്കുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഒരു 3 to 5 days അത്ര മാത്രമേ ഫ്രിഡ്ജിലാണെങ്കിൽ കൂടി ഇത് നിൽക്കത്തുള്ളൂ കേട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഇല്ല, പുറത്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങളിത് വെള്ളത്തിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊരു 2 days നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് ഈ രീതിക്ക് അങ്ങ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വൈറ്റൻ ചെയ്യുക മാത്രമല്ല, നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പാടും ചുളിവുകളെല്ലാം മാറിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് വെച്ച് തരും ചെയ്യും. ഗൈസ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങാപ്പീരിയാണ് കേട്ടോ. ഒരു പോർഷൻ തേങ്ങയുടെ ആ ചിറകെടുത്ത ഭാഗം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതങ്ങ് പൂളായിട്ടും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഒരു പോർഷൻ മതിയാകും. പിന്നീട് നമുക്ക് വേണ്ടത് പച്ചരിയാണ്. പച്ചരി ഞാൻ നല്ലവണ്ണം കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 മണിക്കൂർ കുതിർന്ന് വരണം കേട്ടോ. പച്ചരിക്ക് പകരം നമുക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം, പക്ഷേ പച്ചരിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് പച്ചരി തന്നെയാണ്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കുതിർത്ത വെള്ളം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വയ്ക്കണം. കളയാനല്ല കേട്ടോ, നമ്മളതങ്ങ് മാറ്റി വയ്ക്കണം. നമ്മളിത് രണ്ടും കൂടിയിട്ട് അങ്ങ് അരച്ച് മിക്സിയിൽ അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് അങ്ങ് കൊണ്ടുവരും. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ആ ഒരു കുതിർത്ത വെള്ളം ഉണ്ടല്ലോ അരിയുടെ, ആ ഒരു വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് വേണം നമ്മളിതങ്ങ് അരച്ച് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഞാനിതങ്ങ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ചും അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു പാലെടുക്കുക, തേങ്ങയുടെയും അതുപോലെ അരിയുടെ ആ ഒരു പാലെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ തവണ എടുക്കുന്ന സമയത്ത് അതിനകത്തേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ആ രീതിക്കും ചെയ്യാം കേട്ടോ. നമ്മൾ മാക്സിമം അതിനകത്ത് ആ ഒരു വെള്ളം പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കുക. കളയേണ്ട കാര്യമില്ല, മാക്സിമം ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഗ്യാസ് അങ്ങ് ഓൺ ചെയ്തിട്ട് അതിന് മീതങ്ങ് വെച്ച് കൊടുത്ത് നമ്മളിതങ്ങ് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞില്ല, ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി നമുക്ക് ചേർത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതങ്ങ് തിളച്ച് മറിഞ്ഞ് നമുക്കതങ്ങ് കുറുകി അങ്ങ് കൊണ്ടുവരണം. അടുത്ത് കൈയെടുക്കാതെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഒത്തിരി നമ്മളങ്ങ് ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോവും. അപ്പോൾ ആദ്യം തിളയ്ക്കുന്നവർ ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നീട് നമുക്കിതങ്ങ് കുറുകുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്കൊക്കെ ആക്കിയിട്ട് നമുക്കിതങ്ങ് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറുക്കിയെടുത്ത് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഏതെങ്കിലും ഒരു സിട്രസ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 അല്ലി എടുത്തിട്ട് അതൊന്ന് സ്ക്വീസ് ചെയ്തിട്ടുള്ള ആ ഒരു ജ്യൂസാണ് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ഹാഫ് ഓറഞ്ചിൻ്റെ ജ്യൂസ് വരെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓറഞ്ച് അല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ഇതിനകത്തേക്ക് ഒരു ഹാഫ് പോർഷൻ ഉണ്ടല്ലോ നാരങ്ങയുടെ, ഒരു നാരങ്ങ വേണ്ട, അതിൻ്റെ പകുതി ഭാഗം മതി. അത് ഇതിനകത്തേക്ക് നമുക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഇത് ഓഫ് ആക്കുന്നതിൻ്റെ ഒരു 10 സെക്കൻഡ് മുമ്പായിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ആക്കി വന്നതിന് ശേഷം നമ്മളതങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിടണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടിരിക്കണം കേട്ടോ. ആ ഒരു പാത്രത്തിൻ്റെ ചൂട് നോർമൽ ആവുന്ന വരെ നല്ലവണ്ണം അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരാം. എന്നതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിതങ്ങ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്കിത് ഫ്രിഡ്ജിനകത്തേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം, അതല്ല പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം, അതും വെള്ളത്തിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് കേട്ടുള്ളത് ഇരിക്കത്തുള്ളൂ കേട്ടോ. ഇനി ഒരു ക്രീം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, ഇന്ന ടൈം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം. ഈ രീതിക്ക് തന്നെ നിങ്ങൾ വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓയിൽ സ്കിൻ ടൈപ്പുകാരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു 5 അല്ലെങ്കിൽ 2 മിനിറ്റ് മസാജ് ചെയ്യുക. ഈ ഒരു ക്രീം പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് മസാജ് കൊടുക്കുക. മസാജ് ചെയ്ത് വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളതങ്ങ് വെറുതെ അങ്ങ് വിടുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളതങ്ങ് കഴുകി കളയണം. കഴുകുന്ന സമയത്ത് ഈ ഒരു ഓയിൽ സ്കിൻ ടൈപ്പുകാർ മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഓയിൽ ചേരുന്നില്ല എങ്കിൽ മാത്രം, കാരണം നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലിനകത്ത് ഓയിൽ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഓയിൽ ചേരാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് മുൾട്ടാണി മിട്ടിയോ അല്ലെങ്കിൽ കടലമാവോ ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരിക. ഓക്കെ, ഈ രീതിക്ക് ചെയ്യാം. ഡ്രൈ സ്കിന്നെ ആരാണ് അല്ലെങ്കിൽ നോർമൽ സ്കിന്നെ ആരാണ് ഞങ്ങൾക്ക് ഇത് ഓയിൽ കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിമ്പിൾസ് ഒന്നും വരില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് കഴുകുന്ന സമയത്ത് ഇതുപോലെ 5 മിനിറ്റ് മസാജ് കൊടുക്കുക. എന്നിട്ട് ബാക്കി 10 മിനിറ്റ് നമ്മൾ അങ്ങ് വെറുതെ അങ്ങ് വിടുകയാണ്. എന്നിട്ട് കഴുകുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതി. സോപ്പൊന്നും ഉപയോഗിക്കേണ്ട, ഒരു ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട. ഇത് ഉപയോഗിച്ച് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകി വരാവുന്നതാണ്. അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ പിമ്പിൾസ് ഉള്ള ആൾക്കാരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളിത് ഉപയോഗിക്കരുത് കേട്ടോ. നിങ്ങളുടെ പിമ്പിൾസ് വീണ്ടും വഷളാക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് ആരും ഇത് ചെയ്യരുത്. ഓക്കെ, ഈ രീതിക്ക്
ശരിക്കും നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.